ഗൈസ്, അപ്പം ഞാൻ വന്നിട്ടുള്ളൊരു കുട്ടി വ്ളോഗായിട്ടാണേ. അപ്പം നേരം 7 മണി ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കല്യാണമായിട്ട് വാങ്ങിയിട്ട് പോകണമായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൃമിപുരത്തെ അനിയത്തിയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകണം. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. ഇപ്പോൾ ഉത്സവത്തിന് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഞാൻ മനസ്സറിയാതെ ഈ ഒരു യാത്ര വന്നത്. അപ്പം ഞാൻ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോയ കാര്യം എന്തായിട്ട് നടന്നിട്ടില്ല. നല്ലപോലെ പാളിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സമയത്ത് തന്നെ ഏത് കടയാണ് തുറന്നിരിക്കും. പിന്നെ എന്താണ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കട നേരത്തെ തുറന്നു വെച്ചിരുന്നതാണ്. നമ്മൾ വിളിക്കാനിട്ടാണ് അവർ നേരത്തെ പോയതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒന്നുകൂടെ വരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം അമ്പലത്തിലോട്ട് പോകാം. അവിടെ കുഞ്ഞമ്മയും പിള്ളേരെയും കാത്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് അവരെയും കൊണ്ട് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാനിങ്ങനെ മറ്റു പെൺപിള്ളേരോട്ട് ഒരുങ്ങി നടക്കുക, അങ്ങനെ ഫ്രണ്ട്സില്ലാതെ ഞാൻ അധികം അങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗാനമേളയാണ്. അപ്പം അവിടെ ഒരു ചേട്ടൻ എന്തായാലും കുട്ടികൾക്ക് ഇഞ്ചിമുത്തായി കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതിനോട് വലിയ ഇതില്ല, ക്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങാൻ പോയില്ല. ഐസ്ക്രീമോ വല്ലതൊക്കെയാണ് ഞാൻ ചാടി വീണേനെ. പിന്നെ ഒരുപാട് ആളുണ്ടായതുകൊണ്ട് തന്നെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും വയസ്സായെങ്കിലും ആ കോല് കാലി കൊണ്ട് കുറേ നാളെ നിന്നു. കുറേ നാളിലൊക്കെ ഗൈസ്, കുറച്ച് നേരം നിന്നു. പിന്നെ എന്തായാലും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഗൈസ്, കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞു കൊള്ളൂല്ല പരിപാടി. അത് അവൻ ഇങ്ങനെയും ഞാൻ ഇങ്ങനെയും ഇരിക്കുന്നത്. കസേരയില്ലാത്തൊരു തെങ്ങിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഗൈസ്, പരിപാടി കൊള്ളത്തില്ലായിരുന്നു. ഇരുന്ന് മുഷിയാതെ എന്തായാലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് എന്തായാലും പോകുന്ന വഴിക്ക് കുറച്ച് കടയിലൊക്കെ എത്തി അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച്, പിന്നെ കഴിക്കാനല്ല അല്ലറ ചില്ലറ സാധനമൊക്കെ വാങ്ങിച്ച് എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.